വെക്കേഷനായപ്പോൾ 2 മക്കളും എൻ്റെ വീട്ടിലാണ് ട്ടാ. അപ്പോൾ വീട്ടിലിപ്പം ഞാൻ മാത്രേ ഉള്ളൂ. ഇക്ക ഓട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ തനിച്ചാണ് ട്ടാ. അപ്പോൾ ഇന്ന് ഇക്കാക്ക് രാത്രിക്ക് ഒരു ഓട്ടം ഉണ്ട്. അപ്പോൾ വരാൻ ഒരുപാട് വൈകും. എൻ്റെ അടുത്ത് വേഗം റെഡി ആയിക്കോ. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു ട്ടാ. പറയേണ്ട താമസം ഞാൻ ദേ വേഗം റെഡി ആയിട്ടുണ്ട് ട്ടാ. അപ്പോൾ രണ്ടുപേരും കൂടി ആ ഓട്ടം പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആലത്തൂരാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മംഗളുടെ അമ്മയ്ക്കാണ് ട്ടായിരുന്നു ഓട്ടം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് വൈകിയതുകൊണ്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ദേ വരുന്ന വഴിക്ക് എല്ലാ ഓട്ടവും ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതിയിട്ട് കയറിയാണ് ട്ടാ. അപ്പോൾ ഇക്ക കുൽഫിയും ഞാനൊരു കോണാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗുൽഫി നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ഒന്നും കൂടി വാങ്ങിക്കാൻ പോയപ്പോൾ ആ സംഭവം കഴിഞ്ഞിട്ട് വേറൊരെണ്ണം കിട്ടിയിട്ടാ. അതാണെങ്കിൽ ഒരു പായസം പോലെ ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇക്കാക്കന്നെ കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ട്ടാ. ഇത് അടുത്ത ദിവസം നമ്മൾ കൈ മുറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ 2 പേർക്ക് എന്ത് വെക്കുന്നു എന്നൊക്കെ കരുതിയിട്ട് ബിരിയാണി വാങ്ങിക്കാമെന്ന് പറഞ്ഞു ട്ടോ. സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പോൾ എന്തായാലും ബിരിയാണി വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ ആലത്തൂരുള്ള എച്ച്.എൻ.ആർ പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ നിന്നാണ് ട്ടോ വാങ്ങിയത്. ഭയങ്കര ടേസ്റ്റ് ട്ടാ. ഒരു റാവുത്തർ ബിരിയാണി പാലക്കാട് വരുന്ന കഴിക്കുന്നവർക്ക് അറിയാം. അവിടെ വന്നിട്ട് ഒരു റാവുത്തർ ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു ട്ടോ. നല്ല ചില്ലി ചിക്കൻ ബിരിയാണിയാണ് ട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു സാധനം ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ട്ടോ. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് ട്ടോ ഇന്ന്. ഈ വീഡിയോൻ്റെ എൻഡിൽ കാണിക്കുന്ന ഐറ്റമാണ് ട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.